യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഞാനൊന്നിവിടെ കാണിക്കാൻ പോകുന്നത് വെച്ചാൽ ഈ നാരകത്തിൻ്റെ ഒരു തൈ ഡ്രാഫ്റ്റ് ചെയ്തിട്ട് ഇവിടെ ആക്കാൻ വേണ്ടിയിട്ടാണ്. ഡ്രാഫ്റ്റ് ചെയ്തിട്ട് തൈ ആക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ ഒരു കൊമ്പിന് ഡ്രാഫ്റ്റ് ചെയ്ത് തൈ ആക്കാൻ വേണ്ടിയിട്ടാണ്. അതൊന്ന് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇത് വട്ടത്തിൽ തുറന്നു കൊടുക്കും. വട്ടത്തിൽ ഇതിന് തോല് പൊളിച്ച് കൊടുക്കുക. ഇതുണ്ട്. ഇങ്ങനെ ഈ തോല് പൊളിച്ച് കൊടുക്കുക. ഇവിടില്ലേ, ഇതുണ്ടാ. ഇതേപോലെ തോല് പൊളിക്കും. എന്നിട്ട് ശേഷം ഈ ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് ഇത് വേണ്ട, ഇതിങ്ങനെ പൊളക്കുക. ഇങ്ങനെ രണ്ടാക്കി പൊളക്കുക. കണ്ടാ, ഇത് കണ്ടില്ലേ? ഇതിൻ്റെ നടുക്കുന്ന ഇതിങ്ങനെ ആക്കുക. എടുത്തിട്ട് വീട്ടിലെടുത്തിട്ടില്ല. എടുക്കുക. ഇവിടുന്ന് ഒരു ഏലും പോകണമില്ല എനിക്ക്. ഇത് വീട്ടിലെടുത്തിട്ട് ഇത് നമ്മളിവിടെ ഇങ്ങനെ വെക്കുക. ഇങ്ങനെ രണ്ടും കൂടി ഇവിടെ കൂട്ടി വെക്കുക. അല്ലേ ഇല്ലേ, ഇങ്ങനെ വെക്കുക. ഇനി ഒരു വീട്ടിലെടുത്ത് ഇതിൽ കുത്തുക. ഇതാ ഇങ്ങനെ കുത്തിയില്ലേ? ഇത് കണ്ടില്ലേ? ഇത് വേണ്ട, അവിടെ കുത്തി. ഇനിയിപ്പം എന്നാ വേണ്ട വെച്ചാൽ ഇത് കീറുക. ഇതിപ്പോൾ കീറുക. ഇതിപ്പോൾ കീറിയിട്ട് ഇങ്ങനെ കീറിയിട്ട് ഇതിൻ്റെ പൊതിഞ്ഞ് കെട്ടണം. ഇത് പൊതിഞ്ഞ് കെട്ടിയിട്ട് ഇതിൻ്റെ അകത്ത് കുറച്ച് ഇത് നടക്കണം. പിന്നെ എന്നിട്ട് ഇത് പൊതിഞ്ഞ് കെട്ടിയിട്ട് ഇതിൻ്റെ അകത്ത് കുറച്ച് ചകരിച്ചോറും പ്രോട്ടീൻ മിക്സ്ചറും നടക്കണം. അതാ പറഞ്ഞത്. ഇതുണ്ടോ? അതിനൊരു ക്ലാസ് വേണം, എന്നാലും അതാ നല്ലത്. ക്ലാസ് ഇല്ല, അതുകൊണ്ട് ഇതിൻ്റെ അടി ഇങ്ങനെ കെട്ടട്ടെ. കെട്ടട്ടെ, അതിനൊരു കെട്ട് കൊടുക്കട്ടെ. ഇവിടെ കെട്ടി കൊടുക്കട്ടെ. ഇങ്ങനെ ഇവിടെ കെട്ടി വെക്കുക. ഇതിൻ്റെ അകത്ത് ഈ പ്രോട്ടീൻ മിക്സ്ചർ നിറക്കുക. അതിൻ്റെ അകത്ത് ആ സഞ്ചിയിൽ അല്ലേ, ഇതുണ്ടോ? ചകിരിച്ചോറിൻ്റെ പ്രോട്ടീൻ മിക്സ്ചർ. ഇത് ഇങ്ങനെ ഇതിനകത്ത് വാരിയിട്ട് ഇതിനകത്ത് നിറക്കുക. എന്നിട്ട് ഇതിനകത്ത് മാത്രം നിറച്ചിട്ട് ഇത് കെട്ടിയിട്ട് അട വെക്കുക. നല്ലപോലെ ഇതാ ഇങ്ങനെ. ഇങ്ങനെ ഇതേപോലെ മറക്കുക. കുറച്ചും കൂടി ഉണ്ട്, അതും കൂടി ഇട്ട് എല്ലാം ഒരുപോലെ വട്ടത്തിൽ നിറക്കുക. ഈ ഉരുളക്കിഴങ്ങ് മൂടാൻ മാത്രം ഇങ്ങനെ നിറച്ചില്ലേ, ഇതേപോലെ നിറച്ചിട്ട് ഇതിങ്ങനെ കെട്ടുക. ഇടാം.
ഇങ്ങനെ ഇവിടെ കെട്ടി വെക്കും. ഇത് കണ്ടില്ലേ, ഇതാ ഇതേപോലെ ഇവിടെ കെട്ടും. ഇവിടെ കെട്ടിക്കഴിഞ്ഞിട്ടാകുമ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ടാകുമ്പോൾ ഇനി വേര് വരും. ഒരു മാസം കഴിയുമ്പോഴേക്ക് ഇനി വേര് വരും. വേര് വന്നിട്ടാകുമ്പോൾ നമ്മളത് മുറിച്ചിട്ട് കൊണ്ടുപോയിട്ട് നട്ടുകൊള്ളാം. അത് ഞാൻ കാണിച്ചു തരാം. അതിൽ വേര് വരട്ടെ. വേര് വന്നിട്ടാകുമ്പോൾ നിങ്ങൾക്ക് മുറിച്ചിട്ട് കാണിച്ചു തരാം. ഇതൊന്ന് ഒരു തയ്യാക്കാലോ നിരത്തിട്ടാണ്. എന്താ ഇപ്പോൾ ഇതേപോലെ ഇവിടെ കെട്ടി വെച്ചു. ഉണ്ടല്ലേ, ഇവിടെ കെട്ടി വെച്ചിട്ട് എടാ ഇത് വേര് വരാൻ വേണ്ടിയിട്ടാണ് ആ ചകിരിച്ചോറിൻ്റെ പ്രോട്ടീൻ മിക്സ് ചെയ്തിടുന്നതെന്ന് വെച്ചാൽ നമുക്ക് വേരിന് കൊടുക്കുന്നതാണ്. ഇത് നമ്മൾ ഒരു മാസം കഴിഞ്ഞിട്ടാകുമ്പോൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഇതെന്നാന്ന് ഞാൻ ചെയ്യുന്നത്. കാണിച്ചു തരാം. ഇതിൻ്റെ തൈ ഞാൻ കാണിച്ചു തരാം. ഒരു മാസം കഴിഞ്ഞിട്ടാകുമ്പോൾ ഇത് എടുക്കും. അത് വേര് വരുന്ന കഴിക്കുമ്പോൾ കാണും നമുക്ക്. അത് കഴിഞ്ഞിട്ടാകുമ്പോൾ വേര് വരുന്നിട്ടാകുമ്പോൾ എടുക്കും. ഇനി നമ്മൾ വെള്ളം ഒഴിക്കുക ഒന്നും വേണ്ട, ഒന്നും ചെയ്യണ്ട. ഇതിങ്ങനെ തന്നെ ഇവിടെ കെട്ടി വെച്ചോളാം. വേണ്ട ഇല്ലേ, ഇത് ഉണങ്ങിപ്പോകുന്നതായിട്ടാണ്. ആ വേര് വരാൻ വേണ്ടിയിട്ടാണ് ആ പ്രോട്ടീൻ മിക്സ് ഇടുന്നത്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കുന്നു. നമുക്ക് ഇതൊന്ന് നോക്കാമല്ലോ. ഇതൊന്ന് നമുക്ക് നോക്കി നോക്കാമല്ലോ. കണ്ടില്ലേ, ചുറ്റും കണ്ടില്ലേ, എന്താ അതാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഡ്രാഫ്റ്റ് ചെയ്ത് ഒരു നാരങ്ങ തൈ ഉണ്ട്. അത് അതിലൊരു തൈ കൂടി ഡ്രാഫ്റ്റ് ചെയ്താക്കിയാൽ വേഗം 6 മാസം കൊണ്ട് ഉണ്ടാവുമെന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാമല്ലോ. ഡ്രാഫ്റ്റ് ചെയ്ത തൈയാകുമ്പോൾ 6 മാസം കൊണ്ട് ഉണ്ടാവുന്ന കേട്ടാണ് ഞാൻ അതിനൊരു തൈക്ക് ഡ്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ടാകുമ്പോൾ നമുക്കത് നോക്കി നോക്കാം. 6 മാസം കൊണ്ട് ഉണ്ടാവുമെന്ന് നമുക്കൊന്ന് നോക്കി നോക്കാമല്ലോ. അത് അതിന് മാത്രം നാരങ്ങക്ക് മാത്രമല്ല, പേരക്കൊക്കെ ആവും. പേരക്ക, മറ്റേ എല്ലാ സാധനത്തിനും, മാവ്, ഇങ്ങനെയുള്ള എല്ലാ സാധനത്തിനും നമുക്ക് ചെയ്യാൻ കഴിയും. ഇതിപ്പോൾ ഞാനിപ്പോൾ എന്ന് വെച്ചാൽ അത് കണ്ട ഞാൻ പരീക്ഷിച്ച് നോക്കുന്നതാണ്. എനിക്ക് അത് എന്തുണ്ട് വിജയിക്കുമോ നോക്കട്ടെ. വിജയിക്കുമോ നോക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്ത്. അത് ഒരു മാസം കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്ക് നോക്കി നോക്കാം. അതിൻ്റെ വേര് വന്നിട്ടുണ്ടെങ്കിൽ വേര് വരാണ്ട് പോരാ. അതിനെ പ്രോട്ടീൻ മിക്സ് ഇട്ട് നിറച്ച് കൊടുത്തിട്ടില്ല. ആ വേര് വന്നിട്ടാകുമ്പോൾ നമ്മളത് മുറിച്ചിട്ട് അത് കൊണ്ടുപോയി നട്ട് കഴിഞ്ഞാൽ 6 മാസം കൊണ്ട് നമുക്ക് കായ് പറിക്കാനാവുന്നതാണ് പറയുന്നത്. അത് മാത്രമല്ല, ആടെ വെയിലില്ലാതെ കൊണ്ട് കായ് ഉണ്ടായാൽ കുറയും. അതുകൊണ്ടാണ് പിന്നെ നമുക്ക് മേലോട്ടെടെങ്കിലും ഒരു തൈ കൊണ്ട് നടാലോ വെച്ചിട്ടാണ്. അത് പൊരിച്ച് നട്ടാൽ ഉണങ്ങിപ്പോവും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ അങ്ങനത്തെ അത് എടുത്തിന്. അതുകൊണ്ട് അതൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരും കൂടി ചെയ്യാലോ വെച്ചിട്ടാണ്. ഇല്ല, ഇതിനിടയ്ക്ക് ഞാൻ വിചാരിക്കുന്നത് അതൊന്ന് പിന്നെ ഡ്രാഫ്റ്റ് ചെയ്ത് നോക്കിയാലോ എന്ന്. അതേപോലെ ഒരു ഒട്ടുമാവുണ്ട്. ഒരു മൂവാണ്ടൻ മാവ് പോലത്തെ മാവുണ്ട് ഇടാം. അതിനൊരു പിന്നെ ഒന്ന് ഇത് ചെയ്യണം, ഡ്രാഫ്റ്റ് ചെയ്യണമെന്ന് വിചാരിക്കല. അത് പിന്നെ ഇനിയിപ്പോൾ ഞാനും ചെയ്യുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇന്നിപ്പോൾ എന്നെപ്പറ്റി അറിയുന്നതിന് നിങ്ങൾക്ക് എന്താ പറയേണ്ടത് വെച്ചാൽ ഞാൻ പറയണമെന്ന് വെച്ചാൽ, ഞാൻ ചെറിയ കാലത്തിൽ മുതലേ കഷ്ടപ്പെട്ട് ജീവിച്ചിട്ട്, വളരെയധികം കഷ്ടപ്പെട്ട് ജീവിച്ചിട്ട് ഇന്ന് വരെയും ഞാനൊരു സുഖം അനുഭവിച്ചില്ല. ഇന്നേ വരെ ഞാൻ ഈ കഷ്ടപ്പാടും ഇതും തന്നെ അല്ലാതെ ഞാൻ ഇന്നൊരു സുഖം അനുഭവിച്ചിട്ടില്ല. ഞാൻ കഷ്ടപ്പെട്ട് ഇഷ്ടം പോലെ പൈസ ഉണ്ടാക്കി വെച്ചിന് എല്ലാ കാര്യവും ഞാൻ പണിയെടുക്കുകയും ഇഷ്ടം പോലെ പണിയെടുത്തിട്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ ചില സൂക്ഷിച്ച് വെക്കുന്നതാണെങ്കിൽ ഞാനിപ്പോൾ ഒരു കോടിക്കണക്കിന് ഉറുപ്പിയെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ മക്കൾക്കും എല്ലാം വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ സമ്പാദിച്ച് വെച്ചിട്ടില്ല. പൈസയായിട്ട് സമ്പാദിച്ച് വെച്ചിട്ടില്ല. ഞാൻ കുറച്ച് സ്ഥലം വാങ്ങലും മറ്റേ അങ്ങനെ ഇങ്ങനെയെല്ലാം ആക്കിയിട്ടും വീടെടുത്തു. ഒരു വീടെടുത്തു, രണ്ടാമത്തെ വീടെടുത്തു. പിന്നെ മക്കളെല്ലാം ഒരു ബന്ധവരാകണം വെച്ചാൽ അങ്ങനെയെല്ലാം ആക്കി ഇങ്ങനെയെല്ലാം ഓരോരോ കാര്യം ചെയ്തിട്ടാണ് ഞാൻ പിന്നെ ഇന്ന് എൻ്റെ കയ്യിലൊന്നുമില്ലാതെ ഞാൻ ബാക്കി വെക്കാണ്ടായിപ്പോയത്. മറ്റേ എനിക്ക് വേണമെന്നില്ല. എനിക്ക് പൈസയോ സ്വത്തോ ഒന്നും വേണമെന്നില്ല. എനിക്ക് ജീവിക്കണം, അന്നൊന്ന് പണിയെടുക്കാൻ കഴിയുമ്പോൾ അന്നൊന്ന് പണിയെടുത്ത് ജീവിക്കണം എന്നല്ലാതെ വേറെ ഒരു ആഗ്രഹവും എൻ്റെ മനസ്സിലില്ല. അതുകൊണ്ട് ഇന്നിപ്പം നിങ്ങൾ ഈ യൂട്യൂബ് ചാനലിൽ കയറാൻ കഴിഞ്ഞതുകൊണ്ട് എന്ന് വെച്ചാൽ എനിക്ക് പല ആൾക്കാരുമായിട്ട് ബന്ധപ്പെടാനും പല ആൾക്കാരെ ഒരു നല്ല നല്ല വാക്കുകളും നല്ലൊരു ഇതും കേൾക്കാനും അങ്ങനെയുള്ള എല്ലാ ഇതും എല്ലാം ചെയ്യാനും എല്ലാം എനിക്ക് പറ്റുന്നുണ്ട്. അതിപ്പം ചെറിയ കാര്യമല്ല. പിന്നെ ഇപ്പോൾ ഞാനും എൻ്റെ അമ്മയും മാത്രമേ ഈ വീട്ടിലുള്ളൂ. ഭർത്താവ് മരിച്ചിട്ട് ഇപ്പം 5-6 മാസം കഴിഞ്ഞു. അതുകൊണ്ട് എനിക്ക് വലിയൊരു തീരാനഷ്ടം തന്നെയാണ് എനിക്ക് വന്നിട്ടുള്ളത്. ഭർത്താവ് ഉണ്ടെങ്കിൽ ഇന്നിപ്പം ഞാൻ ഒറ്റപ്പെടില്ലായിരുന്നു. ഇന്നിപ്പം ഞാൻ ഒറ്റപ്പെട്ട ജീവിതത്തിലായിപ്പോയി. അത് ആദ്യകാലത്ത് കുറച്ച് എന്നെ കഷ്ടപ്പെടുത്തിയെങ്കിലും പിന്നെ എനിക്ക് നല്ലൊരു ജീവിതം എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. നല്ലൊരു ജീവിതം തന്നെ. ഞങ്ങളൊരു 10-22 കൊല്ലം ജീവിച്ച ജീവിതം നല്ലൊരു ജീവിതം തന്നെ. ഇങ്ങനെ ആരും ജീവിച്ചിട്ടുണ്ടാവില്ല. അത്രയും നല്ല സുഖത്തിൽ തന്നെയാണ് ഞങ്ങൾ ജീവിച്ചത്. പക്ഷേ എനിക്ക് സമ്പാദ്യമൊന്നും ഇല്ലെങ്കിൽ സുഖമായ ജീവിതം തന്നെ അന്നേരെ അന്നും ഇന്നും ഒരു കാര്യത്തിനും ഒരു ബുദ്ധിമുട്ടില്ലാതെ തന്നെയാണ്, ഒരു വിഷമവും ഇല്ലാതെ തന്നെയാണ് ഇവരെ ജീവിച്ചു പോയത്. പക്ഷേ എങ്കിൽ ഇപ്പം ആളില്ലാണ്ടേക്ക് നിൽക്കുമ്പോഴേക്കും എനിക്കിപ്പം വല്ലാതെ ഒരു വിഷമവും സങ്കടവും തോന്നുന്നു. ഒറ്റപ്പെട്ട് ജീവിക്കുമ്പോൾ ഒരു സങ്കടം ഉണ്ട്. അത്ര മുതൽ അത് അമ്മയുണ്ട്. അമ്മയുണ്ടായിട്ട് നമ്മുടെ അമ്മയാണെങ്കിൽ ഒന്നിനും ഒരു അടങ്ങാതെ സൈസ് പോലെയാണ്. അമ്മേൻ്റെ
അമ്മയാന്ന് ആര് പറഞ്ഞാലും കേൾക്കൂല. അങ്ങനെ ഒരു 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 വരണ്ട പോലെയാണ്. നമുക്ക് എന്ത് കാര്യം നമ്മൾ പറഞ്ഞു കൊടുത്താൽ അത് മനസ്സിലാക്കാനോ അങ്ങനെയുള്ളൊരു ഇതൊന്നുമില്ല. സ്വബോധം ശരിക്കില്ല. എന്തെല്ലോ ആണ് പറയുന്നത്, അങ്ങനെയാണെന്നുള്ളത് അമ്മ. പിന്നെ ഇപ്പോൾ ഒരാൾ നോക്കാനില്ല, 2 ആങ്ങളാർ മരിച്ചുപോയി, ഇനി ഒരു ആങ്ങളേ ഉള്ളൂ, ഞാനുമേ ഉള്ളൂ. അന്നേരം പിന്നെ ആരെങ്കിലും ഒരാൾ നോക്കണ്ടേ. ഇപ്പം അമ്മേനെ ഇപ്പം നോക്കണ്ടെങ്കിൽ ആരും നോക്കാനില്ല. എനക്കങ്ങനെ 2 കാലും ഇല്ല, കയ്യും ഇല്ല എന്നുള്ള ഭാഗത്തിൽ, നടുവില്ല എന്നുള്ള ഭാഗത്തിലാണ് ഞാനുള്ളത്. എന്നാൽ എങ്ങനെയെങ്കിലും ഇപ്പം ഞാൻ 3-4 ദിവസമായി മറ്റു മോള് ദിവസം വന്നിട്ട് എനിക്ക് മോളാന്ന് കുളിപ്പിച്ചിട്ടെല്ലാം ആക്കിയിട്ട് പോലെ. ഇപ്പം പിടിച്ചിട്ട് കയറ് കെട്ടിക്കൊണ്ട് പിടിച്ചിട്ട് കക്കൂസ് കൊണ്ടുപോലും കുളിപ്പിക്കലും എല്ലാം ചെയ്യാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പം ഞാൻ പറഞ്ഞു ഇപ്പം വരേണ്ട സമയത്ത് വന്ന് ഇപ്പോഴേ ഇങ്ങനെ ചെയ്താൽ നന്നാ കുഴങ്ങിപ്പോയെങ്കിൽ ആദ്യം ഓളനില്ലാണ്ട് വേറെ ആരെങ്കിലും വരാനുണ്ട്. അതുകൊണ്ട് ഇപ്പം നീ ഇങ്ങനെ ഞാനും ഇങ്ങനെ ഒപ്പിക്കാം. അതുകൊണ്ട് അലക്കുന്നേലും പിന്നെ ഞാൻ വാഷിംഗ് മെഷീനിലിട്ടിട്ട് അലക്കും. അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല, വാഷിംഗ് മെഷീനുണ്ട്. അതുകൊണ്ട് അങ്ങനെ ചൂടുവെള്ളം ഹീറ്ററിൽ ചൂടുവെള്ളം അവിടെ നിന്നാക്കിയിട്ട് അങ്ങ് എടുത്ത് കൊടുക്കുക. കൊണ്ട് കുളിപ്പിക്കാനെല്ലാം കഴിയും. അതിൻ്റെ കുളിമുറി കൊണ്ടുപോയി അതിൻ്റെ അകത്ത് തന്നെയാണ് കുളിമുറിയെല്ലാം. അതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. അങ്ങനെയാണ് എൻ്റെ ജീവിതം. അതുകൊണ്ട് നിങ്ങളോടെല്ലാം ബന്ധപ്പെട്ടിട്ടും നിങ്ങളോടെല്ലാം ആ സ്നേഹത്തിലെ വാക്കും ഇതും എല്ലാം കേൾക്കുകയെല്ലാം ചെയ്യുമ്പോൾ എനിക്കൊരു നല്ലൊരു സന്തോഷവും ഒരു ഉന്മേഷവും കിട്ടുന്നു. ഇതേപോലെ ഞാൻ വീട്ടിൽ തന്നെ ഇരുന്നിട്ടാണെങ്കിൽ എനിക്ക് വല്ലാത്തൊരു സങ്കടവും ദുഃഖവും തന്നെ ഉണ്ടാവില്ല. ഇപ്പം ഇടയ്ക്ക് വീഡിയോ എടുക്കണം, എനിക്കത് അങ്ങനെ ചെയ്യണം, അത് പച്ചക്കറി നടണം, മറ്റുള്ളത് വേണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, മറ്റുള്ളത് വേണം എന്നുള്ള എല്ലാ ചിന്ത ഇങ്ങനെ വന്നതുകൊണ്ട് എന്ന് വെച്ചാൽ എനിക്കെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഉന്മേഷമുണ്ട്. വൈകുന്നേരം അല്ലെങ്കിൽ എനിക്കൊരു വീഡിയോ എടുക്കണമല്ലോ, അല്ലെങ്കിൽ അത് അങ്ങനെ ചെയ്യണമല്ലോ, ഇങ്ങനെ ചെയ്യണമല്ലോ, അല്ലെങ്കിൽ അത് യൂട്യൂബ് കാണണം, മറ്റുള്ളവരെ ചെയ്യുന്നുണ്ടോ എങ്ങനെയല്ലാന്ന് നോക്കണ്ടേ, എല്ലാവർക്കും എല്ലാം ചെയ്യേണ്ടത്, നമ്മളിങ്ങോട്ട് ചെയ്യുന്നവർ നമ്മൾ അങ്ങോട്ടും തിരിച്ച് ചെയ്യേണ്ടേ എന്നുള്ള ഒരു ഇതുപോലെ എല്ലാവരും പരിധി നോക്കി അന്ത്യോളം ഈ പറഞ്ഞ പോലെ ചോറും കറിയായി അല്ലെങ്കിൽ മറ്റുള്ളതാക്കി എല്ലാം കൂടി ആക്കി അതിൻ്റെ വില ഇരുന്നു. അതുകൊണ്ടെന്ന് വെച്ചാൽ ഒന്ന് ചിന്തിക്കാനുള്ള ഒരു സമയവും എനിക്കില്ല. ഇപ്പോൾ എന്ന് വെച്ചാൽ ഭയങ്കര ഒരു വിഷമമുണ്ട്, ഒറ്റപ്പെട്ടു പോയി എന്നുള്ളൊരു വിഷമമുണ്ട്. പക്ഷെ അത് ഞാൻ ചിന്തിക്കുന്നില്ല ഇപ്പോൾ, ആരുമില്ല. പിന്നെ അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഇങ്ങനെ ജീവിച്ച് പോട്ടെന്നുള്ളത്. ഇപ്പം എനിക്ക് ഇതെല്ലാം ഈ ഡ്രാഫ്റ്റ് ചെയ്തത് നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഈ കമൻറ്റ് ചെയ്യുന്നവർക്കും ലൈക്ക് ചെയ്യുന്നവർക്കും എല്ലാം എൻ്റെ എല്ലാ ആശംസകളും ഉണ്ട്. എല്ലാവർക്കും ഞാൻ ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നുണ്ട്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. എനിക്ക് ഇന്നലെ വരെ നിങ്ങൾ ഇവിടെ എത്തിച്ച് നിങ്ങൾ തന്നെ എന്നെ മുന്നോട്ട് കൊണ്ടുപോകണം. എനിക്ക് എന്തെങ്കിലും ജീവിതമാർഗ്ഗത്തിന് കിട്ടണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞാനിപ്പോൾ ഇതിനെ ചെയ്യുന്നതും തന്നെ. അല്ല ഞാൻ വെറുതെ മറ്റുള്ളവരെ ഞാൻ ഇതുവരെ ഒരാളെ ജീവിതത്തിനും അടിമയായി ജീവിച്ചിട്ടില്ല. അതുകൊണ്ട് ഇനിയും അതേപോലെ തന്നെ ജീവിക്കണം എന്നുള്ളൊരാഗ്രഹം എനിക്കുണ്ട്. മരിക്കുന്നവരെ ഇങ്ങനെ തന്നെ പോകണം എന്നുള്ളൊരാഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ എന്തെങ്കിലും വേറെ പണിയെടുത്ത് ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാവുള്ളൂ. അന്നേരം ഇത് ഇങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ടിട്ട് എങ്ങനെയെങ്കിലും ഇതൊരു വീഡിയോ എടുത്തിട്ട് ഇട്ടാലും എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടിക്കോട്ടെ. നമ്മളെ ചെലവിനെന്തും കിട്ടിയെങ്കിൽ അത്രയും ആയില്ല എന്ന് വെച്ചിട്ടാണ് ഞാൻ എനിക്ക് ഇനി. അതുകൊണ്ട് നിങ്ങളെല്ലാവരും പിന്നെ എൻ്റെ വീഡിയോ കണ്ട് എല്ലാം തീരുന്നവരെ കണ്ട് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടിട്ട് നിങ്ങളെല്ലാം എനിക്ക് പിന്നെ ലൈക്ക് ചെയ്യലും കമൻറ്റ് ചെയ്യലും എല്ലാം നിങ്ങളെല്ലാം കമൻറ്റ് കണ്ടിട്ട് അമ്മയെന്നുള്ള വിളിയും ആ എല്ലാവരും ഉള്ളതായ ഇങ്ങോട്ടുള്ളതായാലും അവർ സ്നേഹത്തോടുള്ള പെരുമാറ്റവും കാണുമ്പോൾ എനിക്ക് ഹൃദയം പൊട്ടിപ്പോകുന്നു. അത്രയും സന്തോഷം ഇതിന് മുമ്പേ ഞാൻ കാണണമെന്ന് ഇവരെല്ലാവരും എന്നുള്ള ഒരു തോന്നി ചെയ്യിപ്പാൻ എനിക്ക് വരുന്നു. ഞാനിപ്പം ഈ അവസാന കാലത്തല്ലേ ഇപ്പം ഞാൻ വന്നത്. അതുകൊണ്ട് നിങ്ങളോട് എല്ലാവരോടും എനിക്ക് നന്ദിയും കടപ്പാടും എല്ലാം ഉണ്ട്. പിന്നെ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാം. നാളെ ഒരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരെ നന്ദി, നമസ്കാരം. അമ്മേ.